ഹലോ എവരിവൺ, നമസ്കാരം. നാച്ചുറലിസ്റ്റ് ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1998 പുറത്തിറങ്ങിയ ഒരു മോഹൻലാൽ ചിത്രത്തിലെ, ഒരു ലാലേട്ടൻ ചിത്രത്തിലെ വളരെ പോപ്പുലർ ആയ ഒരു ഗാനത്തിൻ്റെ വിഷയമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് വിഷയമായിരിക്കുന്നത്. നമ്മുടെ സിനിമാ ഗാനങ്ങളിൽ പ്രകൃതിയുടെ വിവിധ ഘടകങ്ങളെ എത്ര സമർത്ഥമായാണ് നമ്മുടെ ഗാനരചയിതാക്കൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ ഗാനവും. പക്ഷേ ഒരു കാര്യം മാത്രം, ഗാനമേതെന്ന് വെളിപ്പെടുത്താതെ ഗാനത്തിന് കാരണമായ ആ വിഷയത്തെ കൂടുതൽ അറിയുവാനാണ് ഈ വീഡിയോയിലൂടെ നാം ശ്രമിക്കുന്നത്. പ്രകൃതിയെ അറിയുകയാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഗാനം അതിലേക്കുള്ള ഒരു മാർഗം മാത്രം. ഈ പക്ഷിയാണ് ഈ ഗാനത്തിലെ കേന്ദ്ര വിഷയമായിരിക്കുന്നത്. പ്രത്യേകമായി ഈ പക്ഷിയെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അതിൻ്റെ നിറങ്ങൾ തന്നെയാണ് എന്നത് സത്യം. ഉയർന്ന മരക്കൊമ്പിലിരുന്ന് വെയിൽ കായുന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു സുന്ദര പക്ഷി കവിയെ മാത്രമല്ല, ഏതൊരു സാധാരണക്കാരനെയും പോലും ഇഷ്ടപ്പെടുത്തുക സ്വാഭാവികം മാത്രം. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ഒരേ സൗന്ദര്യവുമായി രണ്ടിനം പക്ഷികൾ വന്നിരുന്നാൽ അതിലേതിനെയാവും കവി കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുക എന്നത്. അവയിൽ ആദ്യത്തേത് ഇന്ത്യൻ മഞ്ഞക്കിളി എന്ന പക്ഷിയാണ്. ശരീരം മുഴുവനും മഞ്ഞ നിറമുള്ള ഒരു സുന്ദരനാണിത്. ചിറകിൻ്റെ ഓരങ്ങളിലെല്ലാം കരിവാരി തേച്ച് അതിൽ നിന്നും ഒരൽപ്പം കരിമഷിയെടുത്ത് കണ്ണിലും എഴുതിയാണ് ഈ ഇന്ത്യൻ മഞ്ഞക്കിളി പൂവൻ പക്ഷി കടന്നു വരുന്നത്. അതിൻ്റെ പെൺപക്ഷിക്കാവട്ടെ പച്ച നിറം കലർന്ന മഞ്ഞ നിറമാണുള്ളത്. കവി ആദ്യം കണ്ടത് ഇന്ത്യൻ മഞ്ഞക്കിളി എന്ന ഈ പക്ഷിയെ ആവണം. രണ്ടാമത് കണ്ടത് മറ്റൊരു പക്ഷിയെ ആണ്. പേര് മഞ്ഞക്കറുപ്പൻ. ഈ മഞ്ഞ നിറമൊക്കെ തേച്ചു പിടിപ്പിച്ചു കഴിഞ്ഞ് പ്രകൃതി കുറച്ച് കറുപ്പു നിറമെടുത്ത് അതിൻ്റെ തലയിൽ മുഴുവനും പുരട്ടിക്കൊടുത്തു എന്ന് തോന്നിപ്പിച്ചേക്കാവുന്ന ഒരു പക്ഷി. ഇങ്ങനെ സൗന്ദര്യത്തിൻ്റെ നിറകുടമായി രണ്ടുപേർ ഒരു പാട്ടെഴുത്തുകാരൻ്റെ മുമ്പിൽ വന്നു നിന്നാൽ അതിലാരെ തിരഞ്ഞെടുക്കണം എന്ന് മഹാനായ ഗിരീഷ് പുത്തഞ്ചേരി സംശയിച്ചു നിന്നിട്ടുണ്ടാവില്ല. അദ്ദേഹം തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ഇനമായ മഞ്ഞക്കറുപ്പനെ തന്നെയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. വർഷത്തിൽ എല്ലാ കാലവും നമ്മുടെ കാടുകളിലും തൊടികളിലുമൊക്കെ പറന്നു നടക്കുന്ന സ്ഥിരവാസിയായ ഒരു പക്ഷിയാണ് അത് എന്നത് തന്നെ. ആദ്യം പറഞ്ഞ ഇന്ത്യൻ മഞ്ഞക്കിളി ഉണ്ടല്ലോ, അത് ദേശാടകനായി കേരളത്തിലെത്തുന്നതാണ് എന്നർത്ഥം. അങ്ങ് ബലൂചിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും നേപ്പാളിലും അപൂർവമായി ഇന്ത്യയിലുമൊക്കെ കൂടുകൂട്ടി മഞ്ഞുകാലത്ത് മാത്രം കേരളത്തിലെത്തുന്ന ഒരു പക്ഷിയെ കവിയത്ര പരിഗണിച്ച് കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകരായ നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ ഇത്തരം നിരീക്ഷണങ്ങൾ. അതെന്താണെന്നറിയുവാൻ എനിക്കും താല്പര്യമുണ്ട്. അറിയിച്ചാൽ വളരെ സന്തോഷമായി. ഇനി കൃത്യമായി പറഞ്ഞാൽ മൂന്നാമതൊരിനം മഞ്ഞക്കിളി കൂടി കേരളത്തിലുണ്ട്. മറ്റൊരു ദേശാടകനായ ചൈനീസ് മഞ്ഞക്കിളി അല്ലെങ്കിൽ ചീന മഞ്ഞക്കിളി. അങ്ങനെ ഈ 3 എണ്ണം ഉൾപ്പെടെ 5 തരത്തിലുള്ള പക്ഷികളാണ് ഈ കുടുംബത്തിൻ്റേതായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാകെയുള്ളത്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഈ പക്ഷി കുടുംബത്തിൻ്റെ പേര് ഓറിയോളിഡേ എന്നാണ്. ആ വാക്കിൻ്റെ ഉത്ഭവം ലാറ്റിൻ ഭാഷയിലെ ഓറിയോളസ് എന്ന വാക്കിൽ നിന്നുമാണ്. അതിൻ്റെ അർത്ഥമോ ഇംഗ്ലീഷിൽ ഗോൾഡൻ കളർ എന്നും. അങ്ങനെ നമ്മുടെ പ്രധാന കഥാപാത്രമായ മഞ്ഞക്കറുപ്പൻ്റെ ഇംഗ്ലീഷ് പേര് ബ്ലാക്ക് ഹുഡഡ് ഓറിയോൾ എന്നാണ്. കുടുംബ മഹിമ കൊണ്ടും പ്രകൃതിയുടെ ഡിസൈൻ കൊണ്ടുമൊക്കെ പൊതുവെ നോക്കിയാൽ ഗോൾഡൻ നിറമാണ് എടുത്ത് കാണുന്നതെങ്കിലും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മഞ്ഞക്കറുപ്പൻ്റെ ചുവന്ന നിറത്തിലുള്ള കണ്ണുകളും പിങ്ക് നിറത്തിലുള്ള ചുണ്ടുകളുമൊക്കെ സൗന്ദര്യമുള്ളവയാണെന്ന് കാണാൻ കഴിയും. പൂവൻ പക്ഷിക്കും പെൺപക്ഷിക്കുമൊക്കെ ഒരേ നിറങ്ങൾ തന്നെയാണുള്ളത്. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം പിടപ്പക്ഷിക്ക് ഒരൽപ്പം മങ്ങിയ നിറമാണുള്ളത് എന്നും കാണാൻ കഴിയും.
നേരത്തെ പറഞ്ഞ പോലെ വർഷത്തിൽ എല്ലാ കാലവും നമ്മുടെ കാടുകളിലും തൊടികളിലുമൊക്കെ പറന്നു നടക്കുന്ന ഒരു പക്ഷിയാണെങ്കിലും ഈ മഞ്ഞക്കറുപ്പൻ്റെ ദൃശ്യങ്ങൾ പകർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം പച്ചിലച്ചാർത്തുകളിൽ ഒളിച്ചിരുന്നാണ് അവയുടെ എല്ലാ പ്രവർത്തനങ്ങളും എന്നത് തന്നെ. മനുഷ്യനിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ട് അങ്ങേയറ്റം സംശയത്തോടെ പെരുമാറുന്ന ഒരു പക്ഷിയായാണ് മഞ്ഞക്കറുപ്പൻ്റെ പൊതുവെയുള്ള പെരുമാറ്റങ്ങൾ. പഴങ്ങളും കീടങ്ങളും ഒക്കെ ആഹാരമാക്കുന്ന മിശ്രഭുക്കായ ഒരു പക്ഷിയാണ് നമ്മുടെ മഞ്ഞക്കറുപ്പൻ. പഴങ്ങളെന്ന് പറയുമ്പോൾ കൊത്തി വിഴുങ്ങാവുന്ന തക്ക വലിപ്പത്തിലുള്ള പഴങ്ങളോടാണ് കൂടുതൽ താല്പര്യം. വലിയ പഴങ്ങളായ പപ്പായ, വാഴപ്പഴം പോലെയുള്ള പഴങ്ങളും ഇവ കഴിക്കാറുണ്ട്. എങ്കിലും കട്ടിയുള്ള പഴങ്ങളായ പേരയ്ക്ക പോലെയുള്ളവ കൊത്തി തുറന്ന് കഴിക്കുവാൻ നമ്മുടെ കുട്ടുറവൻ പക്ഷിയെപ്പോലെ ബലമുള്ള ചുണ്ടുകളല്ല അവയ്ക്കുള്ളത്. അതിൻ്റെ ചുണ്ടുകളുടെ ബലം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായ സന്ദർഭമുണ്ടായിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഹാര സമ്പാദനത്തിൻ്റെ ഭാഗമായി കീടങ്ങളെ പിടിക്കുവാൻ സാലിയർ എന്ന ഒരു രീതിയാണ് അവ സ്വീകരിക്കാറുള്ളത്. ആ രീതി എന്ന് പറഞ്ഞാൽ മരക്കമ്പിലോ ഇലകളിലോ ഒക്കെ പറ്റിയിരിക്കുന്ന കീടങ്ങളെ പിടിക്കുവാൻ പറന്നു നിന്നുകൊണ്ട് ശ്രമിക്കുന്ന ഒരു രീതിയാണ് ഈ സാലിയർ എന്ന ആഹാര സമ്പാദന രീതി. മറ്റെല്ലാ മുഹൂർത്തങ്ങളും ചിത്രീകരിച്ചതുപോലെ ആ സ്വഭാവം ചിത്രീകരിക്കുവാനും വളരെയേറെ നാൾ മഞ്ഞക്കറുപ്പൻ്റെ പിറകെ ഞാൻ നടന്നു ശ്രമിച്ചുവെങ്കിലും അത് അത്രയ്ക്കങ്ങ് വിജയിച്ചില്ല. ഒരിക്കൽ ഒരു നിശാശലഭത്തെ പിടിച്ച് ഒരു ഞാവൽ മരത്തിനിടയിലിരുന്ന് അതിനെ ചുണ്ടുകൾ കൊണ്ട് കമ്പിലടിച്ചു കൊന്നു തിന്നുന്ന ഒരു വിദൂര ദൃശ്യം മാത്രമേ എനിക്ക് ചിത്രീകരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ കീടങ്ങൾ സുലഭമായി കാടിൻ്റെ അടിത്തട്ടിലുണ്ട്, ഭൂമിയുടെ നിരപ്പിലുണ്ട് എന്ന് വിചാരിക്കുക. എങ്കിലും അവയെ പിടിക്കുവാൻ മഞ്ഞക്കറുപ്പൻ സാധാരണ രീതിയിൽ താഴേക്ക് പറന്നിറങ്ങാറില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഭൂമിയിൽ നിന്നും 8 മീറ്ററിന് മുകളിലാണ് അവയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്നത് തന്നെ. എപ്പോഴെങ്കിലും മഞ്ഞക്കറുപ്പൻ ഭൂമിയിലേക്ക് പറന്നിറങ്ങാറുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവമായി അവ ചെയ്യാറുണ്ട് എന്നാണ് ഉത്തരം. വർഷത്തിൽ എപ്പോഴുമല്ല, വേനൽക്കാലമാകണമെന്ന് മാത്രം. കാട് വരളുമ്പോൾ ചുറ്റുപാടും സുരക്ഷിതമാണെന്ന് ഉറപ്പു വന്നാൽ മഞ്ഞക്കറുപ്പൻ വളരെ രഹസ്യമായി മണ്ണിലിറങ്ങും. ദാഹശമനത്തിനു വേണ്ടി, ഒരൽപ്പം വെള്ളം കുടിക്കുവാൻ വേണ്ടി. ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് ആഹാര സമ്പാദനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി കുറച്ചു ദൂരമൊക്കെ പറക്കേണ്ടി വരുമ്പോൾ നേർരേഖയിൽ ഉയർന്നും താഴ്ന്നും വളരെ വേഗതയിൽ പറക്കുക എന്നതാണ് മഞ്ഞക്കറുപ്പൻ്റെ പറക്കൽ രീതി. അങ്ങനെ വേഗതയിൽ പറക്കുന്നതിന് വേണ്ട അനുകൂലനങ്ങളും കൂടി പ്രകൃതി അവയ്ക്ക് കനിഞ്ഞു നൽകിയിട്ടുണ്ട്. ഓർക്കണം, ഹിമാലയത്തിനും അപ്പുറമുള്ള രാജ്യമായ ബലൂചിസ്ഥാനിൽ നിന്ന് പോലും നമ്മുടെ രാജ്യത്തേക്ക് ദീർഘദൂരം പറന്നെത്തുന്ന ഒരു പക്ഷിയുടെ കുടുംബക്കാരൻ എന്ന നിലയിൽ മഞ്ഞക്കറുപ്പനും ഒരു നല്ല പറക്കൽക്കാരനാണെന്നതിൽ അതിശയം തോന്നേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? കന്മദം എന്ന ചിത്രത്തിലൂടെ, അതിൻ്റെ ഗാനത്തിലൂടെ മഞ്ഞക്കിളി എന്ന പക്ഷിയെ നമ്മൾ എങ്ങനെയാണ് ആസ്വദിച്ചതെന്ന് മനസ്സിലായല്ലോ. അതേപോലെ അങ്ങ് ബംഗാളിൽ ഈ പക്ഷി അറിയപ്പെടുന്നത് ബാനേബൗ എന്ന പേരിലാണ്. ഭർത്താവിൻ്റെ അമ്മയാൽ നിരന്തരം ദ്രോഹിക്കപ്പെട്ട ഒരു പെൺകുട്ടി ദേഹമാസകലം മഞ്ഞൾ വാരിപ്പൂശി ജീവത്യാഗം ചെയ്തുവെന്നും അവൾ ഒരു ദേവതയായി പുനർജനിച്ചതാണ് മഞ്ഞക്കിളി എന്നുമാണ് ബംഗാളിലെ കഥ. അതുകൊണ്ട് ബംഗാളിൽ ഈ പക്ഷിക്ക് ഹൽദി പക്കി അഥവാ മഞ്ഞൾ കിളി എന്ന പേരും കൂടിയുണ്ട്. നേരത്തെ നമ്മൾ മഞ്ഞക്കറുപ്പൻ്റെ ചുണ്ടിൻ്റെ ബലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഒരിക്കൽ മഞ്ഞക്കറുപ്പൻ കൂടുവയ്ക്കുന്ന സാഹചര്യം ചിത്രീകരിക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് ആ ചുണ്ടുകളുടെ ബലം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടത്. കൂടുവയ്ക്കുന്ന സമയത്ത് ആ ചുണ്ടിൻ്റെ ബലക്കുറവൊക്കെ അതങ്ങ് മറന്നതാണോ ആവോ? കാരണം
മരങ്ങളുടെ തൊലിയിൽ നിന്നുമുള്ള നീളൻ നാരുകൾ ഉരിഞ്ഞെടുത്താണ് അവ കൂട് നിർമ്മിക്കുന്നത് എന്നത് തന്നെ. മരക്കൊമ്പിന് താഴേക്ക് ഒരു കപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കുന്ന കൂട് മരനാരുകൾ കൊണ്ട് നെയ്തുണ്ടാക്കി മറ്റുണക്കലുകളും ഒക്കെ കൊണ്ട് മൃദുവാക്കിയതായിരുന്നു. കൂട്ടിൽ 2-3 മുട്ടകളാണ് സാധാരണ രീതിയിൽ ഉണ്ടാവുക. മുട്ടയിൽ നിന്നും പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് 2 വർഷത്തോളം മങ്ങിയ നിറങ്ങളുമാണ് ഉണ്ടാവുക. ആകർഷണീയമായ നിറങ്ങളുള്ളതുകൊണ്ടാവാം മഞ്ഞക്കിളികളെ പൊതുവെ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായാണ് കരുതപ്പെടുന്നത്. രാത്രി ഉറക്കത്തിൽ അവയെ സ്വപ്നത്തിൽ കണ്ടാൽ തൊട്ടടുത്ത ദിവസം വളരെ ഐശ്വര്യസമ്പൂർണമായി തീരും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി രചിക്കപ്പെട്ട മുറ്റത്തെ മൂവാണ്ടൻ മാവിൻ്റെ ചില്ലയിൽ മഞ്ഞക്കിളി ഒരു കൂടുവെച്ചു എന്ന ഗാനവും വ്യക്തമാക്കുന്നത് ഈ പക്ഷികളെ എത്ര ഇഷ്ടത്തോടെയാണ് നമ്മൾ കാണുന്നത് എന്നാണ്. മഞ്ഞക്കറുപ്പനോടുള്ള ആ ഇഷ്ടം നമുക്ക് മാത്രമുള്ളതാവാൻ സാധ്യതയില്ല. കാരണം മഞ്ഞക്കറുപ്പൻ മറ്റ് തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ മുതൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ഇന്തോനേഷ്യ വരെ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് എന്നത് തന്നെ അവിടെയുള്ള എല്ലാ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്കിടയിൽ മഞ്ഞക്കറുപ്പനുമായി അല്ലെങ്കിൽ മഞ്ഞക്കിളികളുമായി രസകരങ്ങളായ ബന്ധങ്ങൾ ഉണ്ടാവും എന്നത് തീർച്ച. ഗാനമേതെന്ന് പോലും പറയാതെ അതിലെ വിഷയത്തെ അന്വേഷിച്ചിറങ്ങിയ എന്നോടൊപ്പം ഇത്ര നേരവും ദൂരവും സഞ്ചരിച്ച പ്രേക്ഷകർക്ക് ഗാനമേതെന്നും വിഷയത്തിൻ്റെ ആഴം എത്രയെന്നും മനസ്സിലായി കാണുമല്ലോ. ഏതായാലും ഒരു മൂളിപ്പാട്ടും പാടി നമ്മുടെ ആസ്വാദനങ്ങളിലേക്ക് കയറി വന്ന മഞ്ഞക്കിളിയെ തൻ്റെ പാട്ടിന് വിഷയമാക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ജീവിതം ഇത്രയും കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് എന്ന് കവിയായ ഗിരീഷ് പുത്തഞ്ചേരി മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുകൂടി വിശ്വസിച്ചുകൊണ്ട് പ്രകൃതി കാഴ്ചകളുടെ പുത്തൻ അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.